പ്രധാനമന്ത്രി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച GST പരിഷ്കരണം സംസ്ഥാനങ്ങൾക്ക് സൃഷ്ടിക്കുന്ന വരുമാന നഷ്ടം കേന്ദ്ര സർക്കാർ നികത്തണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന 8 സംസ്ഥാനങ്ങളിൽ നിന്നും GST കൗൺസിൽ അംഗങ്ങളായ മന്ത്രിമാർ സംയുക്തമായി ആവശ്യപ്പെട്ടു. ഈ പരിഷ്കരണത്തിന്റെ ഗുണം സാധാരണക്കാരിലെത്തുമെന്ന് ഉറപ്പാക്കണമെന്നും സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും ആവശ്യമുയർന്നു. ഭവനിൽ ചേർന്ന യോഗത്തിൽ കേരളം, തമിഴ്നാട്, കർണാടക, തെലങ്കാന, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. GST കൗൺസിലിലെ 1/3 മന്ത്രിമാർ ഇത്തരമൊരു യോഗം ചേർന്നത് ചരിത്ര സംഭവമാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. GST പരിഷ്കരണത്തിലൂടെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുകയും സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുകയും ചെയ്യുമെങ്കിൽ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ സ്വാഗതം ചെയ്യും. നികുതി കുറയ്ക്കലിന്റെ ഗുണഫലം ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം. കോർപ്പറേറ്റുകൾക്ക് നേട്ടമുണ്ടാകുന്ന സാഹചര്യം സൃഷ്ടിക്കരുത്. മുമ്പ് പല ഉൽപ്പന്നങ്ങളുടെയും GST കുറച്ചപ്പോൾ അതിനനുസൃതമായി വിലയിൽ മാറ്റമുണ്ടായില്ലെന്നാണ് കേരളം നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത്. കേന്ദ്രത്തിന്റെ ആകെ വരുമാനത്തിന്റെ 25% മാത്രമാണ് GST. എന്നാൽ സംസ്ഥാനങ്ങളുടെ 70% GSTയിൽ നിന്നാണ്. ഇതിൽ 20%മെങ്കിലും GST പരിഷ്കരണത്തിലൂടെ കുറയും. ഈ കുറവ് കേന്ദ്രം പരിഹരിക്കണം.